നമസ്കാരം പ്രിയപ്പെട്ടവരെ, ആരാകും നിങ്ങളുടെ എം പി എന്ന പരമ്പരയിലെ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വലിയ ചരിത്രങ്ങളൊന്നുമില്ല, ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വിജയങ്ങളോ അങ്ങനെയൊന്നുമില്ല. 2009 ഈ ആലത്തൂർ മണ്ഡലം വരുന്നത് നിലവിൽ. അങ്ങനെ വരുമ്പോൾ ഒരു 15 വർഷത്തെ ചരിത്രം, 3 തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം ഇത്രയേ ഉള്ളൂ. 2009, 2014, 2019. അപ്പോൾ ഇത്രയും ചരിത്രമേ ഉള്ളൂ. 2009 നിലവിൽ വന്നു. അപ്പോൾ LDF ആണ് നേടിയത്, PK ബിജു. തൊട്ടടുത്ത വർഷവും LDF നേടി. 2019 വന്നപ്പോഴാണ് രമ്യ ഹരിദാസ് വന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നമുക്ക് അവിടെ നിന്ന് മുതൽ തുടങ്ങാം. രമ്യ ഹരിദാസ് ആണ് സിറ്റിംഗ് MP. അവർ തന്നെയാണ് കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ഒരു പ്രത്യേകതയുള്ളത്, നിലവിലുള്ള മന്ത്രി മത്സരിക്കുന്നു എന്നുള്ളത്. അതെ, K. രാധാകൃഷ്ണനാണ് LDFന്റെ സ്ഥാനാർത്ഥി, CPMന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം നിലവിൽ ദേവസ്വം മന്ത്രിയാണ്. TN സരസുവാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഇത്രയാണ് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി. ഇത്രയുമാണ് നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ ഒരു രസകരമായ കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ UDFനായിരുന്നു ഭൂരിപക്ഷം, രമ്യ ഹരിദാസിനായിരുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരെ തിരിച്ചായി. ഈ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം LDFനുണ്ടായി. അതെ, അതുകൊണ്ട് തന്നെ 7 LDFന്റെ കയ്യിലാണ്. ചുരുക്കി പറഞ്ഞ, അതായത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന LDF ആണ്. അതിലിപ്പോൾ ഈ ചേലക്കര പ്രതിനിധീകരിക്കുന്നതാണ് K. രാധാകൃഷ്ണൻ. അദ്ദേഹം ചേലക്കര മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുമ്പോൾ 39,000 ഭൂരിപക്ഷം അദ്ദേഹത്തിന് മാത്രമുണ്ട് നിയമസഭയിൽ. ഈ ചേലക്കര നിയമസഭാ മണ്ഡലം ഈ ആലത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് വരുന്നത്. ആലത്തൂർ ലോക്സഭയ്ക്കകത്ത് വരുന്നതാണ് ഈ ചേലക്കര. അവിടെ നിന്നാണ് K. രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടത് 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അദ്ദേഹമാണ് ഇപ്പോഴവിടെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഉണ്ട്. അപ്പോൾ ആ മണ്ഡലത്തിൽ മാത്രം അദ്ദേഹത്തിന് 39,000 കിട്ടി. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചാൻസ് പലരും കാണുന്നത്. മനസ്സിലായി. മാത്രമല്ല, നിലവിൽ 7 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ LDFനില്ല, ഒരെണ്ണം പോലും UDFനില്ല. എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് 7 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നേടിയിരുന്നു. മാത്രമല്ല ഭൂരിപക്ഷം 1,58,968 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് നിൽക്കുന്നത്. പക്ഷെ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത്. ആലത്തൂർ ലോക്സഭയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ വരുന്ന നിയമസഭാ മണ്ഡലത്തിനും ആലത്തൂർ എന്നൊരു പേരുണ്ട്. ആലത്തൂർ മണ്ഡലമുണ്ട്, നിയമസഭാ മണ്ഡലം. അവിടെ ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത് പ്രസേനനാണ്. ആ 77 ഈ ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് EMS ആണ്. EMS ജയിച്ച മണ്ഡലമാണ് ആലത്തൂർ. ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇപ്പോൾ ലോക്സഭയ്ക്ക് വന്നിരിക്കുന്നു. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. 2009 മുതലുള്ള കണക്കുകളും നോക്കാം. വളരെ പെട്ടെന്ന് കിട്ടി. 2009 അവിടെ മത്സരിച്ച CPM കാൻഡിഡേറ്റ്, LDFന്റെ കാൻഡിഡേറ്റ് PK ബിജുവാണ്. അദ്ദേഹം 3,87,352 വോട്ട്, അതായത് 46.84% വോട്ട് പിടിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ NK സുധീർ. അദ്ദേഹം 3,66,392 വോട്ട്. അദ്ദേഹത്തിന് നേടിയ ശതമാനം 44.31. 46.84, 44.31. അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷം 20,000 ഉള്ളൂ. 20,960. അന്ന് BJPക്ക് കാൻഡിഡേറ്റ് ഉണ്ട്, ബിന്ദു ആണ് മത്സരിച്ചത്. 53,890 എന്ന് പറഞ്ഞാൽ 6.52. അവരെപ്പോഴും ഒരു 7-8 ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ 20,960 വോട്ടിന് PK ബിജു CPM ജയിച്ചു 2009 ആലത്തൂർ വന്ന സമയത്ത്. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് 2014 അവിടെയും ബിജുവിന് ജയിച്ചു. അവിടെ പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് ഷീബ. അവിടെ PK ബിജു 4,11,808 വോട്ട്, അതായത് 44.34. നേരത്തെക്കാളും കുറവാണ്. പെർസെൻറ്റേജ് നേരത്തെക്കാളും കുറവാണ്. 44 ഉള്ളൂ. ഷീബ INC പിടിച്ചത് 40.33%. അവിടെയും കുറവാണ്. കോൺഗ്രസിനും കുറവാണ്. എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 3,74,000 വരെ. വോട്ടിൻ്റെ എണ്ണം കൂടുന്നു, അത് വോട്ടേഴ്സ് കൂടിയുണ്ടാകും, പെർസെൻറ്റേജ് കുറഞ്ഞു. അവിടെ BJPക്ക് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഷാജിമോൻ വട്ടേക്കാട്. അദ്ദേഹം 87,000 പിടിച്ചു, 9.45% കൂടി. ചുരുക്കത്തിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂടിയത് BJP, മറ്റ് രണ്ടുപേർക്കും കുറഞ്ഞു.
അവിടെ പക്ഷേ നോട്ട ഒന്ന് തകർത്തിട്ടുണ്ട്. നോട്ട 21,417 വോട്ട് പിടിച്ചിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. പറയാതെ പോകുന്നത് എങ്ങനെയാണ്? 2.31% വോട്ട് നോട്ട പിടിച്ചിരിക്കുന്നു. നൺ ഓഫ് ദി എബോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം കാര്യത്തിൽ, അല്ലേ? എന്താണ് നോട്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞു. നമ്മൾ ഇത്രയും കാലവും നമ്മൾ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള അവലോകനം പറഞ്ഞപ്പെടുന്ന നോട്ട നമ്മൾ പറഞ്ഞില്ല. കാരണം വളരെ നോമിനലായിരുന്നു. ഇവിടെ പക്ഷേ 2014 21,417 വോട്ട് നോട്ടയ്ക്ക് വോട്ട് കൊടുത്തിരിക്കുന്നു. നോട്ട നോട്ടബിളാണ് ആലത്തൂരുകാർക്ക്. ശ്രദ്ധിക്കണം. അത് ഭൂരിപക്ഷം 37,312. അപ്പോൾ മൊത്തത്തിൽ ഭൂരിപക്ഷം കൂടി, ഭൂരിപക്ഷ എണ്ണം കൂടി, ഭൂരിപക്ഷ ശതമാനം കുറഞ്ഞു. അതാണ് ഭൂരിപക്ഷ വോട്ടിൻ്റെ എണ്ണമാണ് കൂടിയത്. അത് കഴിഞ്ഞ് 2019 രമ്യ ഹരിദാസ് തകർപ്പൻ വിജയം നേടുന്നത്. രമ്യ ഹരിദാസ് പിടിച്ച വോട്ട് 5 ലക്ഷത്തി സംതിങ് ആണ്. 5,33,815%. വളരെ വർധനവുണ്ട്. തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഷീബ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 40.33 പിടിച്ചു. ഇപ്പോൾ രമ്യ ഹരിദാസ് വന്നിട്ട് 52.4% വോട്ട് പിടിച്ചു. വലിയ കയറ്റമാണ്. അതെ. അതേ സമയത്ത് PK ബിജുവിൻ്റെ ശതമാനം എന്തുമാത്രം കുറഞ്ഞു എന്ന് മനസ്സിലാക്കണം. PK ബിജുവിൻ്റെ ശതമാനം 36.8 കുറഞ്ഞു. അപ്പോൾ PK ബിജുവിന് ഭയങ്കരമായിട്ട് പിന്നിലാക്കി കളഞ്ഞു രമ്യ ഹരിദാസ്. അതുകൊണ്ട് തന്നെ അവർക്ക് 1,58,968 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. അന്ന് അവിടെ BDJSൻ്റെ കാൻഡിഡേറ്റാണ്, BJPയുടെ അല്ല. 8.82% പിടിച്ചു. നേരത്തെ കാലം കുറവാണ്. ഒരു 89,837 വോട്ട്. ഡോക്ടർ JNC കുന്നത്തൂർ BDJS. അങ്ങനെയാണ് സംഭവം. പിന്നെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പെർസെൻറ്റേജ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ LDF അനുകൂല ഘടകമായി കാണുന്നത് K രാധാകൃഷ്ണൻ്റെ സാന്നിധ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയ വമ്പിച്ച ഭൂരിപക്ഷം, പിന്നെ വലിയ അലിഗേഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു മന്ത്രി, ഇപ്പം നിലവിൽ മന്ത്രിയാണ്. പിന്നെ അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചേലക്കര എന്ന് ജയിക്കുന്നത്. ചേലക്കര SC പിന്നെ റിസർവേഷൻ മണ്ഡലമാണ്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞ 7 എണ്ണത്തിൽ തരൂരും റിസർവേഷൻ മണ്ഡലമാണ്. മാത്രമല്ല 2 മന്ത്രിമാരുണ്ട് അല്ലേ ഈ ലോക്സഭാ കോൺസ്റ്റിറ്റ്യൂൻസിനുള്ളിൽ തന്നെ. K കൃഷ്ണൻകുട്ടിയുണ്ട്. അതെ, ചിറ്റൂരുണ്ട് മന്ത്രിയാണ്. അദ്ദേഹം ജനതാദൾ ആണ്. അപ്പം 2 മന്ത്രിമാരുടെ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ആലത്തൂർ. പിന്നെ നേരത്തെ മന്ത്രിയും ഉണ്ടായിരുന്നു, AC മൊയ്തീൻ. മുൻ മന്ത്രിയുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. അദ്ദേഹം കുന്നംകുളത്ത് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം. അങ്ങനെ വലിയ സംഭവബഹുലമായ ചരിത്രമൊന്നും ആലത്തൂർ മണ്ഡലത്തിന് പറയാനില്ല. എന്നിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോട് 1,50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 1,58,968 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് വിജയിച്ചത്. ആ രമ്യ ഹരിദാസ് വീണ്ടും മത്സരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം K രാധാകൃഷ്ണൻ സ്വന്തം മണ്ഡലത്തിൽ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 21 ജയിച്ചത്. അത്ര എളുപ്പമല്ല, ഒന്നും അത്ര എളുപ്പമല്ല. പിന്നെ എടുത്തു പറയേണ്ട, അതുകൊണ്ട് രാധാകൃഷ്ണൻ ഒരു സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ രമ്യ ഹരിദാസ് ആ ശതമാനത്തിൽ നേടിയ വർധനവ് അത് നമ്മൾ എടുത്ത് പറയണം. കഴിഞ്ഞ തവണത്തെ പോലെ രമ്യ ഹരിദാസിന് പാട്ടും പാടി ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, പാട്ടുകൊണ്ടല്ലെങ്കിലും വലിയ രക്ഷ കിട്ടാൻ പറ്റില്ല. കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. കാര്യങ്ങൾ ചെയ്താലേ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. നല്ല മത്സരമാണെന്ന് തന്നെയാണ്. BJPയുടെ TN സരസുമാണ് ഇപ്രാവശ്യം. ഇപ്പോൾ അവരിപ്പോൾ ശ്രദ്ധ പിടിച്ചുവിട്ടത് പിന്നെ PM മോഡി അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചതൊക്കെ ഇപ്പം വലിയൊരു മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അധ്യാപികയാണ്. പക്ഷെ കാര്യമായ ഒരു ചലനമൊന്നും BJPക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2019 അവർ വന്നിട്ട് ഒരു 8.82% വോട്ടേ പിടിച്ചു. അതും BDJS കാൻഡിഡേറ്റ് ആയിരുന്നു. ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആ മണ്ഡലത്തിൽ, ആലത്തൂരെ സംബന്ധിച്ച്. അപ്പോൾ ഇതാണ് ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഹ്രസ്വമാണ് കാര്യങ്ങൾ. മത്സരം ടൈറ്റായതിന് ഒറ്റ കാരണം പിന്നെ ഇദ്ദേഹം വന്നുകൊണ്ട് തന്നെയാണ്. K രാധാകൃഷ്ണൻ്റെ ഒരു സാന്നിധ്യം അവിടെ എടുത്തു പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം.
പിന്നെ അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള സ്വാധീനം, ഇതെല്ലാം ഘടകങ്ങളാണ്. രമ്യ ഹരിദാസിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. വമ്പിച്ച ഭൂരിപക്ഷത്തോട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചൊരു കാൻഡിഡേറ്റാണ്. എന്തായാലും കണ്ടറിയാം നമുക്ക്. പക്ഷേ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ: ആരാകും നിങ്ങളുടെ MP?